എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നിത്യജീവിതത്തിൽ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന കുറച്ച് വാക്കുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോമിലാണെന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് കാണുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ഫോം എങ്ങനെയാവും? കണ്ടു, അല്ലെ? അപ്പോ അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കുറച്ച് ക്രിയയാണ് പഠിക്കുന്നത്, അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോമിലാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി സെന്റൻസ് മേക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമാവും. നമുക്ക് ഈ വീഡിയോയിലൂടെ ആ വാക്കുകളുടെ പാസ്റ്റ് ടെൻസ് ഫോം നോക്കാം. അത് വെച്ച് നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്കുകളിലും കഥകളിലൊക്കെ ഈ വാക്കുകൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ഗുസ്സായ. ഗുസ്സ മീൻസ് ദേഷ്യം, ആംഗ്രി. ഗുസ്സ ആയ, ദേഷ്യം വന്നു. ഗുസ്സായ, ദേഷ്യം വന്നു. നമ്മൾ പറയാറില്ലേ രാഹുലിന് ദേഷ്യം വന്നു. അപ്പൊ അതെങ്ങനെ പറയും? രാഹുൽ കോ ഗുസ്സായ. രാഹുൽ കോ എന്ന് പറഞ്ഞാൽ രാഹുലിന്. ഗുസ്സായ, ദേഷ്യം വന്നു. രാഹുൽ കോ ഗുസ്സായ, രാഹുലിന് ദേഷ്യം വന്നു. ഡാണ്ട, വഴക്ക് പറഞ്ഞു. ഡാണ്ടന, വഴക്ക് പറയുക. ഡാണ്ട, വഴക്ക് പറഞ്ഞു. ഓക്കെ. പിതാജിനെ മുജെ ഡാണ്ട, അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. ഗിർഗയ. ഗിർഗയ എന്ന് പറഞ്ഞാൽ താഴെ വീണു പോവുക. ഓക്കെ. വീഴുക അല്ലെങ്കിൽ വീണുപോയി എന്നാണ് അർത്ഥം. ഗിർഗയ, വീണുപോയി. ഗിർഗയ, വീണുപോയി. മേ പേട് സെ ഗിർഗയ, ഞാൻ മരത്തിൽ നിന്ന് വീണു. ഓക്കെ. മേ പേട് സെ ഗിർഗയ, ഞാൻ മരത്തിൽ നിന്ന് വീണുപോയി. അടുത്തത് മാഫി മാങ്കി. മാഫി എന്ന് പറഞ്ഞാൽ മാപ്പ്. മാങ്കന എന്ന് പറഞ്ഞാൽ ചോദിക്കുക. മാഫി മാങ്കി, മാപ്പ് ചോദിച്ചു. മാഫി മാങ്കി, മാപ്പ് ചോദിച്ചു. ഗുസ്സ ആയ, ദേഷ്യം വന്നു. ഡാണ്ട, വഴക്ക് പറഞ്ഞു. ഗിർഗയ, വീണുപോയി. മാഫി മാങ്കി, മാപ്പ് ചോദിച്ചു. മേനെ അധ്യാപികാജി സെ മാഫി മാങ്കി, ഞാൻ അധ്യാപികയോട് മാപ്പ് ചോദിച്ചു. അടുത്തത് വാപ്പസ് ആയ. വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച്. ആയ എന്ന് പറഞ്ഞാൽ വന്നു. വാപ്പസ് ആയ, തിരിച്ചു വന്നു. ഓക്കെ. വാപ്പസ് ആയ, തിരിച്ചു വന്നു. അടുത്തത് ലുഡക് ഗയ. ലുഡക് ഗയ എന്ന് പറഞ്ഞാൽ ഉരുണ്ട് വീണു. ലുഡക് ജാന എന്ന് വെച്ചാൽ ഉരുണ്ട് വീഴുക. ലുഡക് ഗയ എന്ന് പറഞ്ഞാൽ ഉരുണ്ട് വീണു. ലുഡക് ഗയ, ഉരുണ്ട് വീണു. വാപ്പസ് ആയ, തിരിച്ചു വന്നു. ലുഡക് ഗയ, ഉരുണ്ട് വീണു. അടുത്തത് സീട്ടി ബജായി. സീട്ടി ബജാന എന്ന് പറഞ്ഞാൽ വിസിലടിക്കുക. സീട്ടി ബജാന, വിസിലടിക്കുക. ഇനി വിസിലടിച്ചു എന്നാവുമ്പോ പാസ്റ്റ് ടെൻസിലാവുമ്പോ സീട്ടി ബജായി. സീട്ടി ബജായി, വിസിലടിച്ചു. ഓക്കെ. ഇനി എന്തെങ്കിലും സാധനം നമ്മൾ വെച്ചു എന്നെങ്ങനെ പറയാം? വെക്കുക എന്നുള്ളതിന് രഖ്ന. ഓക്കെ. രഖ്ന, വെച്ചു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി രഖ് ദിയ. ഓക്കെ. രഖ് ദിയ, വെച്ചു എന്നാണ് അർത്ഥം. ഒന്നുകൂടെ നോക്കാം. വാപ്പസ് ആയ, തിരിച്ചു വന്നു. ലുടക് ഗയ, ഉരുണ്ട് വീണു. സീട്ടി ബജായി, വിസിലടിച്ചു. രഖ് ദിയ, വെച്ചു. ക്ലിയർ അല്ലേ? അടുത്തത് ചടന എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ് അർത്ഥം. ഓക്കെ. ഇപ്പൊ പർവ്വതത്തിൽ കയറുക എന്നാണെങ്കിൽ പർവ്വത് പർ ചടന. ഇനി കയറി എന്നാണെങ്കിലോ ചട. ഓക്കെ. ചട, കയറി. പർവ്വത് പർ ചട, പർവ്വതത്തിൽ കയറി. ഓക്കെ. ചടായ എന്ന് പറഞ്ഞാൽ കയറ്റി. ഓക്കെ. അതായത് കയറുക എന്നുള്ളതിനെ നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോ ചടായ, കയറ്റി. സ്വയം ചെയ്യാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോ അതാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ചട, കയറി, സ്വയം കയറി. ചടായ, മറ്റൊരാളെ കൊണ്ട് കയറ്റി. ഓക്കെ. ചട, കയറി. ചടായ, കയറ്റി. ഫേങ്ക്ന, എറിയുക. ഫേങ്ക്ന, എറിയുക. ഇനി എറിഞ്ഞു എന്നാക്കി പാസ്റ്റ് ടെൻസിൽ പറയണമെങ്കിലോ ഫേങ്ക അല്ലെങ്കിൽ ഫേങ്കി എന്ന് പറയാം. ഓക്കെ. ഫേങ്ക, ഫേങ്കി, എറിഞ്ഞു. കോശിഷ് കി എന്ന് പറഞ്ഞാൽ എന്താ? കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, ട്രൈ ചെയ്യുക. കോശിഷ് മീൻസ് ട്രൈ. കോശിഷ് കി, ശ്രമിച്ചു. ഓക്കെ. കോശിഷ് കിയ, ശ്രമിച്ചു. അത് സ്ത്രീലിംഗ പുല്ലിംഗ അനുസരിച്ച് വ്യത്യാസം വരും. ചട, കയറി. ചടായ, കയറ്റി. ഫേങ്ക, എറിഞ്ഞു. കോശിഷ് കി, ശ്രമിച്ചു. താലിയാം ബജാന എന്ന് പറഞ്ഞാൽ കൈയടിക്കുക. താലിയാം ബജാന, കൈയടിക്കുക. ഇനി കൈയടിച്ചു എന്നാണെങ്കിലോ താലിയാം ബജായ, കൈയടിച്ചു. താലിയാം ബജായ, കൈയടിച്ചു.
ഓക്കെ, താലിയാം ബജായ കൈയടിച്ചു. ബാന്തിയ, ബാന്തിന എന്ന് പറഞ്ഞാൽ കെട്ടുക. ഓക്കെ, വള്ളി കൊണ്ട് കെട്ടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ബാന്തിന എന്ന് പറഞ്ഞാൽ കെട്ടുക. ബാന്തിയ എന്ന് പറഞ്ഞാൽ കെട്ടി. ബാന്തിയ കെട്ടി. ഓക്കെ, ബാന്തിയ കെട്ടി. പഹുഞ്ചന എന്ന് പറഞ്ഞാൽ എത്തുക. പഹുഞ്ചന എത്തുക. ഇനി എത്തിന്ന് എങ്ങനെ പറയാം? പഹുഞ്ച. ഓക്കെ, പഹുഞ്ച എത്തി. നേരത്തെ തന്നെ എത്തിന്നാണെങ്കിൽ പൗഞ്ച് ഗയ എന്ന് നമുക്ക് പറയാം കേട്ടോ. പൗഞ്ച എത്തി. നെക്സ്റ്റ് എത്തിച്ചു. നമ്മൾ മറ്റൊരാളെ കൊണ്ട് എത്തിച്ചു എന്നാണെങ്കിലോ പഹുഞ്ചായ, എത്തിച്ചു. പഹുഞ്ച എത്തി. പഹുഞ്ചായ എത്തിച്ചു. ഒന്നുകൂടി നോക്കാം. താലിയാം ബജായ കൈയടിച്ചു. താലിയാം ബജായ കൈയടിച്ചു. ബാന്തിയ കെട്ടി. ബാന്തിയ കെട്ടി. പഹുഞ്ച എത്തി. പഹുഞ്ച എത്തി. പഹുഞ്ചായ എത്തിച്ചു. പഹുഞ്ചായ എത്തിച്ചു. ജന്മ ഹുവ. ജന്മ ഹോന എന്ന് പറഞ്ഞാൽ ജനിക്കുക എന്നാണ് അർത്ഥം. ജന്മ ഹുവ ജനിച്ചു. ജന്മ ഹുവ ജനിച്ചു. 2005 ജനിച്ചു എന്നെങ്ങനെ പറയാം? 2005 में जन्म हुआ. 2005 में जन्म हुआ. ജന്മ ഹുവ ജനിച്ചു. മുടന എന്ന് പറഞ്ഞാൽ തിരിയുക എന്നാണ് അർത്ഥം. ഓക്കെ, ടേൺ ചെയ്യുക. മുട എന്ന് പറഞ്ഞാലോ തിരിഞ്ഞു. മുട തിരിഞ്ഞു. പുറകോട്ട് തിരിഞ്ഞു. പീച്ചെ മുട. പീച്ചെ മീൻസ് പുറകില്. അപ്പൊ പുറകോട്ട് തിരിഞ്ഞു എന്ന് എങ്ങനെ പറയാം? പീച്ചെ മുട. ഓക്കെ, മുട മീൻസ് തിരിഞ്ഞു. ജന്മ ഹുവ ജനിച്ചു. മുട തിരിഞ്ഞു. പീച്ചെ മുട പുറകോട്ട് തിരിഞ്ഞു. ടക്രായ. ടക്രാന എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കുക. ടക്രാന കൂട്ടിയിടിക്കുക. ഇനി കൂട്ടിയിടിച്ചു എന്ന് പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയാം? ടക്രായ. ടക്രായ കൂട്ടിയിടിച്ചു. ടക്രായ കൂട്ടിയിടിച്ചു. ജന്മ ഹുവ ജനിച്ചു. മുട തിരിഞ്ഞു. പീച്ചെ മുട പുറകോട്ട് തിരിഞ്ഞു. ടക്രായ കൂട്ടിയിടിച്ചു. അടുത്തത് ഖീഞ്ചന. ഖീഞ്ചന എന്ന് പറഞ്ഞാൽ വലിക്കുക. ഖീഞ്ചന വലിക്കുക. ഇനി വലിച്ചു എന്ന് പാസ്റ്റ് ടെൻസ് ഫോമിൽ എങ്ങനെ പറയാം? ഖീഞ്ച. ഖീഞ്ചന വലിക്കുക. ഖീഞ്ച വലിച്ചു. ഖീഞ്ച വലിച്ചു. കയറ് വലിച്ചു എന്നെങ്ങനെ പറയാം? രസ്സി ഖീഞ്ച. ഓക്കെ, ഖീഞ്ച വലിച്ചു. സമാപ്ത ഹോന എന്ന് പറഞ്ഞാൽ അവസാനിക്കുക. സമാപ്ത ഹോന എന്ന് പറഞ്ഞാൽ അവസാനിക്കുക. ഇനി അവസാനിച്ചു എന്നെങ്ങനെ പറയാം? സമാപ്ത ഹുവ അവസാനിച്ചു. സമാപ്ത ഹുവ അവസാനിച്ചു. ഖീഞ്ച വലിച്ചു. സമാപ്ത ഹുവ അവസാനിച്ചു. അടുത്ത തോന്നുക. ഓക്കെ, എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാം. അതിന് നമ്മൾ ഹിന്ദിയിൽ മെഹസൂസ് ഹോന എന്ന് പറയും. മെഹസൂസ് ഹോന. ഇനി നമുക്ക് ആ തോന്നൽ ഉണ്ടായി എന്ന് എങ്ങനെ പറയാം? തോന്നി എന്നുള്ള വാക്കിന് ഹിന്ദിയിൽ എങ്ങനെയാ പറയണ്ടേ? മെഹസൂസ് കിയ. ഓക്കെ, മെഹസൂസ് കിയ, എനിക്കത് തോന്നി എന്ന് നമ്മൾ പറയല്ലേ. മെഹസൂസ് കിയ തോന്നി, അനുഭവപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് ഖിൽന എന്ന് പറഞ്ഞാൽ വിരിയുക. ഖിൽന വിരിയുക, പൂക്കൾ വിരിയുക അല്ലെ. അപ്പോ പൂ വിരിഞ്ഞു എന്നെങ്ങനെ പറയാം? വിരിഞ്ഞു എന്നുള്ളതിന് ഖില. ഖില വിരിഞ്ഞു. ഖില വിരിഞ്ഞു. ഇനി പൂക്കൾ വിരിഞ്ഞു എന്നെങ്ങനെ പറയാം? ഫൂൽ ഖില. പൂക്കൾ വിരിഞ്ഞു. ഓക്കെ, ഫൂൽ ഖില. അടുത്തത് മനാന എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ആഘോഷിക്കുക എന്നുള്ളതും ഒന്ന് സമ്മതിപ്പിക്കുക എന്നുള്ളതും. ഓക്കെ, മനാന ആഘോഷിക്കുക. ഓക്കെ, മനാന ഒരാളെ സമ്മതിപ്പിക്കുക എന്ന അർത്ഥമുണ്ട്, ആഘോഷിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഇനി സമ്മതിപ്പിച്ചു അല്ലെങ്കിൽ ആഘോഷിച്ചു അതിന് നമുക്ക് എങ്ങനെ പറയാം? പാസ്റ്റ് ടെൻസിൽ മനായ. മനായ. ഓക്കെ, മനായ ആഘോഷിച്ചു. മനാന എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക. ഇവിടെ അതാണ് കേട്ടോ അർത്ഥം. മനായ ആഘോഷിച്ചു. അടുത്ത പക്കഡ്ന എന്ന് പറഞ്ഞാൽ പിടിക്കുക. പക്കഡ്ന പിടിക്കുക. കയ്യിൽ എന്തെങ്കിലും ബുക്കോ പേനയോ ഒക്കെ പിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും? പിടിക്കുക അല്ലെ. അതിന് പക്കഡ്ന എന്നാണ് പറയുന്നത്. പിടിച്ചു എന്ന് പാസ്റ്റ് ടെൻസിലാക്കണമെങ്കിൽ പക്കട. പക്കട പിടിച്ചു. എന്റെ കയ്യിൽ പിടിച്ചു എന്നെങ്ങനെ പറയാം? മേരെ ഹാത്ത് മേ പക്കട. ബുലാന എന്ന് പറഞ്ഞാൽ വിളിക്കുക. ബുലാന വിളിക്കുക.
ബുലാന വിളിക്കുക. ഇനി വിളിച്ചു എന്ന് എങ്ങനെയാക്കാം? പാസ്റ്റ് ടെൻസില് ബുലായ. ബുലാന വിളിക്കുക, ബുലായ വിളിച്ചു. അടുത്തത് ഗോലി ചലാന എന്ന് പറഞ്ഞാൽ വെടിവെക്കുക. തോക്കുകൊണ്ട് നമ്മൾ വെടിവെക്കില്ലേ, അത്. ഗോലി ചലാന വെടിവെക്കുക. ഇനി വെടിവെച്ചു എന്ന് എങ്ങനെ പറയും? ഗോലി ചലായി വെടിവെച്ചു. ഗോലി ചലായി വെടിവെച്ചു. ഉടന എന്ന് പറഞ്ഞാൽ പറക്കുക. ഉടന പറക്കുക. ഇനി പറന്നു എന്ന് എങ്ങനെ പറയാം? ഉട. ഓക്കെ, ഉട പറന്നു. അടുത്തത് ഉട എന്നുള്ളതിന്റെ ഒരാളെ കൊണ്ട് ചെയ്യിക്കുവാണെങ്കിൽ, അതായത് ഉടായ പറപ്പിച്ചു, മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുവാണ് ഇവിടെ. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? ഉടായ പറപ്പിച്ചു. ഗോലി ചലായി വെടിവെച്ചു. ഗോലി ചലായി വെടിവെച്ചു. ഉട പറന്നു. ഉട പറന്നു. ഉടായ പറപ്പിച്ചു. സ്വയം പറന്നതല്ല, മറ്റൊരാളെ കൊണ്ട് പറത്തിക്കുവാണ്. അപ്പൊ അതായത് ഉടായ പറപ്പിച്ചു. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ച വാക്കുകൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് നമുക്ക് ഇനിയും കാണാം.